ടു ഫേസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഈ എപ്പിസോഡിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് അക്സ AP എന്ന മിടുക്കിയായ കുട്ടിയും അക്സയുടെ അമ്മ സാറാമ്മ മാത്യുവുമാണ്. അവരിന്ന് ഈ ഒരു പ്രോഗ്രാമിൽ ഇവിടെ വരാൻ കാരണമായത് എക്സൽ മിനിസ്ട്രീസ് സംഘടിപ്പിച്ച ഡൈവേർഡ് മെമ്മറി വേഴ്സ് ചലഞ്ചിൽ 150 വാക്യങ്ങൾ പറഞ്ഞ് ലെജൻഡായി അതിൻ്റെ മെമൻറ്റോ മേടിക്കുകയും ഇപ്പോഴും ദൈവേ പ്രൊജക്റ്റിലൂടെ നിരന്തരമായി ദൈവവചനം പഠിക്കുകയും ചെയ്യുന്ന ഒരു മോളാണ്. നിങ്ങളെ ഇരുവരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അവരിൽ നിന്നുള്ള അനുഭവങ്ങൾ, ഡൈവേർഡ് ചലഞ്ചിൽ അവർക്ക് എങ്ങനെ അവർ പ്രിപ്പയർ ചെയ്തു, എങ്ങനെ ആ നേട്ടം അവർക്ക് നേടി എന്നൊക്കെ അവരിൽ നമുക്ക് കേൾക്കാം. അവരുടെ ജീവിതാനുഭവങ്ങൾ നമുക്ക് കേൾക്കാനുള്ള സമയമാണ്. ആദ്യമായിട്ട് അക്സയോടാണ് ഞാൻ ചോദിക്കുന്നത്, എന്ത് തോന്നുന്നു ഈ ഒരു ഡൈവേർഡ് സീസൺ 2 ലെജൻഡായി മാറിയപ്പോൾ എന്താണ് അക്സയ്ക്ക് തോന്നിയത്? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? നല്ലൊരു സന്തോഷം ഉണ്ടായിരുന്നു. ഒത്തിരി ഞാൻ പഠിച്ചപ്പോൾ അത് എന്നോട് പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷേ പിന്നെ എല്ലാവരും എന്നെ അമ്മയാണെങ്കിലും പിന്നെ അബിയ മിസ്സാണെങ്കിലും എല്ലാം മോട്ടിവേറ്റ് ചെയ്തിട്ട് ലെജൻഡ് ആയപ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് നല്ല അനുഗ്രഹമായിത്തീർന്നു. എങ്ങനെയാണ് ഈ ഡൈവേർഡിനെ കുറിച്ച് അറിയുകയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യുകയും ചെയ്തത്? ഞങ്ങളുടെ ഒരു അങ്കിള് ഇന്നത്ത് ഉണ്ട്. അപ്പോൾ ആ അങ്കിൾ ഞങ്ങളോട് പറഞ്ഞു, മോള് ഇന്നത്ത് 150 വാക്യം നിങ്ങൾക്ക് നല്ല അനുഗ്രഹമായിത്തീരും, നീയും പഠിക്കണം. പിന്നെ എങ്ങനെ പറഞ്ഞു, അപ്പോൾ ഞങ്ങൾ 3 പേരുണ്ട് കസിൻസിൽ. അപ്പോൾ എന്നോട് വന്ന് പറഞ്ഞു, മോളും ഇന്നത്ത് ചേരണം, വാക്യങ്ങൾ പഠിക്കുന്നത് അല്ലാതെ ഒരു അനുഗ്രഹമല്ലേ. അപ്പം ഞാൻ പറഞ്ഞു, ആ കാര്യം ഞാൻ വീട്ടിൽ വന്നിട്ട് അമ്മയോട് പറഞ്ഞു. അപ്പോൾ അമ്മ എന്നെ ചേർത്തതായി ഇതിൽ. ആക്ച്വലി അത് എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡ് പാസ്റ്റർ ബിനോയിയാണ്. അദ്ദേഹമാണ് ഇത് വാട്സാപ്പിൽ ഇത് അയച്ചു തന്നത്. അങ്ങനെയാണ് ഇതിനെപ്പറ്റി എക്സലിനെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നതും അത് ഫില്ല് ചെയ്തപ്പോഴാണ് ഇങ്ങനെ മെൻറ്റർഷിപ്പിൻ്റെ ഒരു കാര്യം എനിക്കറിയാൻ സാധിച്ചതും ഒക്കെ. മോക്ക് ഈ ദൈവവചനം പഠിക്കുമ്പം ബോറായിട്ട് ഒരു ബുദ്ധിമുട്ടായിട്ട് വല്ലതും തോന്നിയോ, അതോ ഒരു ഇൻട്രസ്റ്റോടാണോ ഇത് പഠിച്ചു വന്നത്? ബോറായിട്ടൊന്നും തോന്നിയിട്ടില്ല, വളരെ ആക്റ്റീവായിട്ട് പഠിച്ചു. പക്ഷേ 100 വാക്യമൊക്കെ കഴിഞ്ഞപ്പം പരീക്ഷയുടെയൊക്കെ പ്രഷർ വരാൻ തുടങ്ങിയപ്പം സാധിക്കുമോ എന്നൊരു ഡൗട്ട് വരികയും ഒന്ന് നിരാശപ്പെടുന്ന പോലെയൊക്കെ തോന്നുകയൊക്കെ ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തു, സാരമില്ല എന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ സൺഡേ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ പീറ്റർ സാർ വളരെ മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു. നിന്നെക്കൊണ്ട് സാധിക്കും, ദൈവം നിനക്ക് തന്ന കഴിവിനെക്കുറിച്ച് നിനക്ക് അറിയായതുകൊണ്ടാണ് മോളെ, കീപ്പ് ഇറ്റ് അപ്പ് എന്ന് പറഞ്ഞ് വളരെ എല്ലാ സൺഡേയിലും പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. അക്സ ഇപ്പോൾ ഈ പ്രോഗ്രാമിൽ ഇപ്പോൾ വന്നിരിക്കുമ്പം ലെജൻഡ് കോമ്പറ്റീഷൻ കഴിഞ്ഞ് കുറച്ചുകൂടെ മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഇപ്പം ഈ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുന്നത്. അതെ. അപ്പോൾ ഇപ്പോഴും വാക്യങ്ങളൊക്കെ ഓർമ്മയിലുണ്ടോ, അതോ ആ ഒരു കോമ്പറ്റീഷന് വേണ്ടി മാത്രം പഠിച്ച് അങ്ങനെ ആണോ, എങ്ങനെയായിരുന്നു? അല്ല, ഞാൻ അക്സയോട് പറഞ്ഞിട്ടുണ്ട്, നമ്മളെന്നും രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുമ്പോൾ നീ പഠിച്ച വാക്യങ്ങൾ ഏതൊക്കെയാണെന്ന് നിനക്ക് മാക്സിമം അത് പ്രാർത്ഥനയിൽ ഉപയോഗിക്കണം. അങ്ങനെ ഉപയോഗിച്ച് വളർന്നു വന്നാലേ ആ വചനം പഠിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രയോജനമുള്ളൂ. അല്ലാതെ ജസ്റ്റ് ഒരു റോഡ് ലേണിംഗ് പോലെ നമ്മൾ മെമ്മറൈസ് ചെയ്ത് പോയി കഴിഞ്ഞുകൊണ്ട് അത് ജീവിതത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ആ വചനം പഠിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പം 150 ദിവസം കൊണ്ട് ഈ വാക്യം പഠിച്ചപ്പോൾ അക്സയ്ക്ക് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും അനുഭവങ്ങൾ, അല്ലെങ്കിൽ അതിൽ കൂടെ ഒരു പ്രയോജനം എനിക്ക് കിട്ടി എന്ന് തോന്നുന്ന എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഈ വാക്യങ്ങളൊക്കെ ഞാൻ നമ്മളുടെ നമുക്ക് കോൺഫിഡൻസ് ഒക്കെ തരുന്ന കുറേ വാക്യങ്ങളുണ്ട്. അപ്പോൾ ഈ പ്രസംഗങ്ങളിലൊക്കെ ഞാൻ സ്റ്റേജിൽ കയറുമ്പോൾ അത് മനസ്സിലൊന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സ്റ്റേജിലൊക്കെ കയറാം. അപ്പോൾ നല്ലൊരു കോൺഫിഡൻസും നല്ലൊരു പ്രോത്സാഹവും ഒക്കെ എനിക്ക് തരാറുണ്ട്. ഈ ചർച്ചിലൊക്കെ പാസ്റ്റർമാർ വാക്യം പറയുമ്പോൾ നമ്മൾ പഠിച്ച വാക്യങ്ങളെങ്കിലും അങ്ങനെ വന്നിട്ടുണ്ടോ? കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്കത് കാണാതെ പറയാൻ പറ്റിയിട്ടുണ്ടോ?
നമ്മൾ പറയും. ബൈബിൾ എടുക്കാതെ തന്നെ പെട്ടെന്ന് ആ വാക്യം പറയാം. അതെ ആ അതെ VBS ആണെങ്കിലും എക്സൽ VBSന്റെ ആണെങ്കിലും അവിടെ വാക്യം പഠിച്ചതിൽ നിന്ന് മിക്കതെല്ലാം എനിക്കറിയാവുന്ന വാക്യമായിരുന്നു. അത് അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായി. നമ്മൾ പഠിച്ച വാക്യങ്ങൾ തന്നെയാണ് ആ VBSലും ഉണ്ടായിരുന്നത്. ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റി, അതെ. മറ്റുള്ള കൂട്ടുകാരെക്കാട്ടിലും ഒക്കെ പെട്ടെന്ന് തന്നെ കാണാതെ ഇത് പറയാനായിട്ട് പറ്റി. വേറെ എന്തൊക്കെ അനുഭവങ്ങളുള്ളത്? അങ്ങനെ വാക്യം പഠിച്ചു, അതുകൊണ്ട് ദൈവം വ്യക്തിപരമായ ജീവിതത്തിൽ തന്ന അനുഭവങ്ങൾ എന്തൊക്കെയാണ്? ഈ നമ്മൾ പ്രാർത്ഥന സമയത്താണെങ്കിലും ഞാൻ ആ വാക്യങ്ങളൊക്കെ പറയാറുണ്ട്. ക്യാമ്പ് സമയത്തൊക്കെ ആണെങ്കിലും ഞാൻ ആ വാക്യങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പം തന്നെ നമ്മളിപ്പം പരീക്ഷയൊക്കെ എഴുതത്തില്ലേ, പരീക്ഷ എഴുതിയാലാണെങ്കിലും കോമ്പറ്റീഷൻസിലാണെങ്കിലും ഈ നമ്മളെ പ്രോവേഴ്സ് ചാപ്റ്റർ 1:7 ആണെങ്കിലും ജെയിംസ് ചാപ്റ്റർ 1:5 ആണെങ്കിലും അതൊക്കെ ഞാൻ പറയും. ഞാൻ എൻ്റെ സ്റ്റഡി ടേബിളിലാണെങ്കിലും അതൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഈ വാക്യങ്ങൾ. അത് ഞാൻ പഠിക്കുന്ന തൊട്ട് മുമ്പേ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ഞാൻ പഠിക്കാറ്. നമ്മൾ ഈ ദൈവവചനം പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ അത് എത്രമാത്രം നമുക്ക് പ്രയോജനം ചെയ്തിട്ടുണ്ട്? ഫസ്റ്റ് എനിക്ക് ഒത്തിരി മെമ്മറി ലോസ് ഉണ്ടായിരുന്നു. എനിക്ക് തന്നെ വായിക്കുമ്പോൾ നല്ലപോലെ അറിയത്തില്ലായിരുന്നു. പിന്നെ ടീച്ചേഴ്സൊക്കെ പറഞ്ഞായിരുന്നു, ഈ മുകളിലോട്ട് നടക്കുമോ, ഒത്തിരി പഠിക്കാനുണ്ടല്ലോ. സോഷ്യൽ സയൻസിലാണെങ്കിലും കുറേ ചാപ്റ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ 7ാം ക്ലാസ്സിൽ വന്നപ്പോഴായിരുന്നു ഇത് അറിഞ്ഞത്. അപ്പം പിന്നെ ഞാൻ അത് പഠിച്ചപ്പോൾ 6ാം ക്ലാസ്സിലാണെങ്കിൽ ഞാൻ ഒത്തിരി ബാക്കിലായിരുന്നു. പിന്നെ 7ാം ക്ലാസ്സിൽ വന്നപ്പോൾ ക്ലാസ്സിൽ ഫസ്റ്റും മേടിക്കാനും പിന്നെ നല്ല പരീക്ഷയ്ക്ക് നല്ല മാർക്ക് മേടിക്കാനും എൻ്റെ കൂട്ടുകാരി എന്നോട് ചോദിച്ചു, നീ എന്താ ഇത്ര പഠിക്കുന്നത്, എനിക്ക് ഇത്ര മെമ്മറി പവർ ഉള്ളതിൻ്റെ കാരണം എന്തുവാണ്? അപ്പം ഞാൻ പറഞ്ഞു, ഒരു ഫേവർ എന്ന് പറഞ്ഞൊരു കൊച്ചിനോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, നീ വാക്യം എല്ലാ ദിവസവും രാവിലെ പഠിച്ചാൽ മതി, പെട്ടെന്ന് മെമ്മറി ഷാർപ്പാകും. ദൈവവചനം പഠിച്ചപ്പോൾ നമ്മുടെ മെമ്മറി ഷാർപ്പായി. അതെ. അങ്ങനെ 1-2 കുട്ടികൾക്ക് ഈ ന്യൂ ടെസ്റ്റ്മെന്റ് ബൈബിളൊക്കെ കൊടുക്കാനുള്ള സാഹചര്യം ദൈവം തന്നു. അവർക്കും അത് പഠിക്കാനാണെങ്കിൽ ഞങ്ങൾക്കും പഠിക്കുമ്പോൾ ഞങ്ങൾക്കും ബുദ്ധി കൂടുതലുണ്ടാവുമല്ലോ എന്നുള്ള ഒരു പ്രചോദനം ഉണ്ടായിട്ടുണ്ട്. ടീച്ചർമാരും പറയുമായിരുന്നു, വളരെ എല്ലാ കുട്ടികളെക്കാളും വളരെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുക, പഠിക്കാനും പറയാനും കോൺഫിഡൻസോടെ എല്ലാ കാര്യങ്ങളും. അവർക്ക് ആസ് എ മദർ എന്നുള്ള എന്നെക്കാളും കോൺഫിഡൻ്റ് ആണ് ടീച്ചേഴ്സ് അവളെ കുറിച്ച്. ശരിക്കും അക്സ ഇപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ എത്ര മനോഹരമായിട്ടാണ്, വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ഒരു വളരെ നല്ല എത്ര പഠിക്കുന്നേ? ഞാനിനി 9ൽ കഴിഞ്ഞ് 9 കയറി. അപ്പോൾ 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പല ആൾക്കാരും ഇങ്ങനെ വളരെ ഷൈ ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഇപ്പോൾ ഈ ഇൻ്റർവ്യൂവിനൊക്കെ വന്നിട്ട് എത്ര സ്മാർട്ടായിട്ടാണ് അക്സ സംസാരിക്കുന്നത്. അപ്പം അതൊക്കെ ഒരു വലിയ നല്ല കാര്യമാണ്. അതൊക്കെ നല്ലൊരു നേട്ടമാണ്, ദൈവം ചെയ്തൊരു വലിയ പ്രവൃത്തി തന്നെയാണ്. വേറെ എന്തൊക്കെയാണ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്? ഞാൻ സ്കൂൾ മത്സരത്തിലാണെങ്കിൽ ഞാൻ ഹിന്ദി പ്രസംഗം, ഹിന്ദി കഥാരചന, ഹിന്ദി ഉപന്യാസ്, ഇംഗ്ലീഷ് പ്രസംഗം, പിന്നെ ചിലപ്പോൾ ഒക്കെ നമ്മൾ റെസിറ്റേഷനിലും ചേരാറുണ്ട്. പിന്നെ പള്ളിയിലാണെങ്കിൽ ടാലൻറ്റ് ടെസ്റ്റിനാണെങ്കിൽ ഞാൻ പ്രസംഗത്തിനും പാട്ടിനൊക്കെ ചേരാറുണ്ട്. അപ്പോൾ അതിനൊക്കെ സമ്മാനം കിട്ടിയിട്ടുണ്ടോ? പിന്നെ 6ാം ക്ലാസ്സിലാണെങ്കിൽ എനിക്ക് ഡിസ്ട്രിക്ട് ഉപജില്ലയിൽ കിട്ടി, സ്കൂളിൽ കിട്ടി, പിന്നെ ഡിസ്ട്രിക്ട് കിട്ടി. അപ്പോൾ ന്യൂസ് പേപ്പറിലൊക്കെ വന്നായിരുന്നു, മനോരമയിൽ. പിന്നെ 7ാം ക്ലാസ്സിൽ വന്നപ്പോൾ പിന്നെ എനിക്ക് അതുപോലെ തന്നെ സബ് ഡിസ്ട്രിക്റ്റിലും 7ാം ക്ലാസ്സിലും കിട്ടി. അപ്പോൾ ട്രോഫിയൊക്കെ കിട്ടിയായിരുന്നു. വെരി ഗുഡ്. അപ്പം ഒരു കൊച്ചു പിടിക്കുകയാണ്. നല്ല ദൈവം അനുഗ്രഹിക്കട്ടെ. എന്താണ് അക്സയെക്കുറിച്ച് അമ്മ എന്ന നിലയിൽ പറയാനുള്ള? അക്സയെക്കുറിച്ച് ഞാൻ അക്സയുടെ ആയതുകൊണ്ട് എനിക്ക് വളരെ അഭിമാനമാണ്. കാര്യം ചോദിച്ചാൽ സ്കൂളിൽ ചെല്ലുന്ന ഏതൊരു സ്ഥലത്ത് ചെന്നാലും അക്സയ്ക്ക് ദൈവം കൊടുത്തേക്കുന്ന കഴിവ് കൊണ്ട് എനിക്കൊരു പ്രത്യേക ആദരവ് എല്ലായിടത്തും കിട്ടാറുണ്ട്. അത് ഈവൻ സൺഡേ സ്കൂളിലാണേലും കിട്ടാറുണ്ട്, സ്കൂളിലാണേലും കിട്ടാറുണ്ട്. അക്സ ഏതൊക്കെ പ്രോഗ്രാമിനും പോകുന്നോ, എന്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നോ, അത് അക്സയുടെ അമ്മയായതുകൊണ്ട് ഒരു സ്പെഷ്യൽ കൺസിഡറേഷനും സ്നേഹവും ആദരവും എനിക്ക് കിട്ടുന്നുണ്ട്. അതെന്നെ സംബന്ധിച്ച് അതൊരു വലിയൊരു ബ്ലെസ്സിങ് ആണ്. ദൈവവചനവുമായി ബന്ധപ്പെട്ട് ഈ 150 വാക്യം ദൈവ പ്രൊജക്റ്റിലൂടെ പഠിച്ചു. കൂടാതെ ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിനോടകം പഠിക്കാനും മെമ്മറൈസ് ചെയ്യാനും ഒക്കെ കഴിഞ്ഞിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ അറിയാം? പിന്നെ ഞാൻ സാംസ് 23 ആണെങ്കിലും സാംസ് 91 ആണെങ്കിലും സാംസ് 121 പിന്നെ സാംസ് 119. സാംസ് 119 പഠിച്ചിട്ടുണ്ട്. അതെ, 6ാം ക്ലാസ്സിൽ പഠിച്ചു. സാംസ് 119 മുഴുവനും പഠിച്ചായിരുന്നു. ഞങ്ങളെ പള്ളിയിൽ കേൾപ്പിച്ചായിരുന്നു പാസ്റ്റർ അങ്കിളെ. വെരി ഗുഡ്. പിന്നെ വേറെ എന്തൊക്കെ അറിയാം?
പിന്നെ ഞങ്ങൾ സൺഡേ സ്കൂളിലാണെങ്കിൽ കുറേ കാര്യം പഠിച്ചിട്ടുണ്ട്. ടാബർനാക്കിളിൻ്റെ ആണെങ്കിൽ ഞാൻ 7ാം ക്ലാസ്സിൽ ടാബർനാക്കിളിൻ്റെ മുഴുവൻ പഠിച്ചായിരുന്നു. പിന്നെ കുറേ നമ്മളെ ശിഷ്യന്മാരുടെ പേരാണെങ്കിലും പിന്നെ ന്യൂ ടെസ്റ്റ്മെൻ്റ് ആണെങ്കിലും അതൊക്കെ പഠിക്കാറുണ്ട്. ബുക്സിൻ്റെ പേര്, ഓൾഡ് ടെസ്റ്റ്മെൻറ്റ്, ന്യൂ ടെസ്റ്റ്മെൻറ്റ്. അതുപോലെ ഇപ്പോൾ സാംസ് 91 പഠിച്ചത് അത് ജസ്റ്റ് അങ്ങ് പറഞ്ഞു പോവല്ല, ആ വചനം അപ്ലൈ ചെയ്താണ് ഡെയിലി അത് രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുന്ന സമയത്ത് സങ്കീർത്തനം 23, സങ്കീർത്തനം 121, സങ്കീർത്തനം 91 അത് അവൾ തന്നെത്താനെ അവളുടെ ലൈഫിൽ അത് അപ്ലൈ ചെയ്ത് പ്രാർത്ഥിക്കാറുണ്ട്. അത് വേണമെങ്കിൽ ഒന്ന് പറയാമോ സാർ? Psalms 91 പറയട്ടെ. He who dwells in the secret place of the Most High shall abide under the shadow of Almighty. I will say of the Lord, He is my refuge and my fortress, my God, in Him I will trust. Surely He shall deliver me from the snare of the fowler and from the perilous pestilence. He shall cover me with His feathers, and under His wings I shall take refuge. His truth shall be my shield and buckler. I shall not afraid by the terror by night, no arrows that flies by day, nor the pestilence I walk in darkness, nor the destruction that lay waste at noonday. 1,000 may fall at my side and 10,000 at my right hand, but it shall not come near me. Only with my eyes I shall look and see the reward of the wicked, because I have made the Lord who is my refuge, even the Most High, my dwelling place. No evil shall befall me, no plague can come near my dwelling. For He gave His angels charge over me to keep in all my ways. In their hand they bear me up, lest I dash my foot against the stone. I shall tread upon the lion and the cobra, the young lion and the serpent I shall trample underfoot. Because I have set my love upon Him, therefore He will deliver me. He will set me on high, because I have known His name. I will call upon Him, and He will answer me. He will be with me in trouble. He will deliver me and honor me with long life. He will sanctify me and show me His salvation. Amen. എക്സലൻറ്റ്. എത്ര മനോഹരമായിട്ടാണ്, എത്ര ഫാസ്റ്റായിട്ടാണ്. അപ്പോൾ ഞാനതിങ്ങനെ അക്ഷയ വാക്യം പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു, നമ്മുടെ ഈ ദൈവവീടിലെ കുറച്ച് 150 വാക്യത്തിൽ നിന്നൊരു റാപ്പിഡ് ഫയർ ഇപ്പോൾ തന്നാൽ ഓക്കെ ആണോ? കോൺഫിഡൻ്റ് ഉണ്ടോ? കോൺഫിഡൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ചോദിക്കത്തുള്ളൂ. കാരണം 150 റാപ്പിഡ് ഫയർ എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് ഇവിടുന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഓക്കെ ആണോ? ഇന്നലെ ടെസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല. ഇൻ കേസ് തെറ്റിയാലും എനിക്ക് പ്രശ്നമില്ല, കാരണം ഇത്രയും മാസത്തിന് ശേഷം വരുന്നതിൻ്റെ ഒരു ഇതുണ്ടെന്ന് ഞാൻ ചിന്തിച്ചോളാം. എന്നാലും ടെസ്റ്റ് ചെയ്യുവാണ് കേട്ടോ. യെസ്. Exodus 20:7. You shall not take the name of the Lord your God in vain, for the Lord will not turn guiltless who take His name in vain. Psalm 63:3-4. Psalm 63:3-4. Because your loving kindness is better than life, my lips shall praise you. Thus I will bless you while I live. I will lift up my hand in your name. Excellent. Proverbs chapter 4:26 and 27. Ponder the path of your seed, let all your ways be established. Do not turn to left or to the right. Remove your foot from evil. അപ്പോൾ ഞാൻ വാക്യം പറയാമെന്ന്, അതിൻ്റെ റെഫറൻസ് പറയാമോ? ഏതാ വേർഷൻ ഉപയോഗിച്ചത്? ന്യൂ KJV. എൻ്റെ NIV ഇരിക്കുന്നത് പറഞ്ഞാൽ മതിയോ? നോക്കാം. ഓക്കെ. Remember your creator in the days of your youth. Ecclesiastes 12:1. Very good. Excellent. Seek God, not evil, that you may live. Then the Lord God. Amos chapter 5:40. Excellent. Therefore, everyone who hears these words of mine and puts them into practice is like a wise man who built his house on the rock. Proverbs chapter 30:24. Proverbs അല്ല, ന്യൂ ടെസ്റ്റ്മെന്റ്. ന്യൂ ടെസ്റ്റ്മെന്റ് ഒന്നുകൂടെ പറയാം. Therefore, anyone who hears these words of mine and puts them into practice is like a wise man. Matthew chapter 13:24. 7. Matthew chapter 7 verse 24. 7 verse 24. Excellent. എത്ര മനോഹരമായിട്ടാണ് ഇതൊക്കെ പറഞ്ഞത്. വെരി ഗുഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. സോ ഇനി അല്പം കുടുംബകാര്യങ്ങളിലൂടെ നമുക്ക് ഒന്ന് കേൾക്കാം. യെസ്, കുടുംബത്തിലെ കാര്യം, പഠിക്കുന്ന സ്കൂള്, വീട്ടിലാരൊക്കെയുണ്ട്? ആദ്യം അക്സ പറയുന്നു, അത് കഴിഞ്ഞിട്ട് സാറമ്മ സിസ്റ്റർ പറയും. എൻ്റെ പേര് അക്സ. എൻ്റെ വീട്ടിൽ ചേട്ടൻ, അമ്മ, പിന്നെ അമ്മച്ചി ഉണ്ട്. പിന്നെ ഞാൻ പഠിക്കുന്ന സ്കൂള് SC ഹയർ സെക്കൻഡറി റാന്നി. പിന്നെ ഞാൻ ഇനി 9ാം ക്ലാസ്സിലോട്ടാണ്. യെസ്. പിന്നെ പള്ളി ചർച്ച് ഓഫ് ഗോഡ് മക്കപ്പുറ, പാസ്റ്റർ പ്രവീൺ കൊട്ടാരക്കര. യെസ്. ഞങ്ങളുടെ വീട്ടിൽ എനിക്ക് 2 മക്കളാണ്. മൂത്ത മോന് അവൻ ഇനിയും +2 കയറി, പേര് അശ്വിൻ, മോളുടെ പേര് അക്സ.
രണ്ട് കുഞ്ഞുങ്ങളും എനിക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട മക്കളാണ്. ഇവരെ ചെറുപ്പത്തിൽ തൊട്ടേ ദൈവഭയത്തെ വളർത്തിയെടുക്കുവാൻ ഉള്ളൊരു ഭാഗ്യം ദൈവം എനിക്ക് തന്നു. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ മമ്മിയുണ്ട്. ഞാൻ നേരത്തെ റാന്നിയിലെ മോള് പഠിക്കുന്ന സ്കൂളിലെ അധ്യാപികയായിരുന്നു. അതന്നേരം താൽക്കാലികമായിട്ടായിരുന്നു. ഇപ്പം ഞാൻ ജോലി ചെയ്യുന്നത് കടമ്പനാട് സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. പിന്നെ ഇതൊക്കെയാണ് പറയാനുള്ളത്. ഒരു അമ്മ എന്ന നിലയിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ എടുക്കുന്ന സ്റ്റെപ്പുകൾ എത്രമാത്രം എഫേർട്ടാണ് എടുക്കുന്നത്? ഒരു അധ്യാപികയായിരിക്കുമ്പോൾ ഒത്തിരി തിരക്കാണ്. അത്രയും കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുക. അതിപ്പോൾ സ്കൂളിലെ വർക്ക് മാത്രമല്ല, വീട്ടിൽ വന്നാലും ഒത്തിരി തിരക്കുണ്ടാവും. അപ്പം പക്ഷേ അതിനിടയിൽ കുഞ്ഞുങ്ങളെ ഇത്രയും മാത്രം പഠിപ്പിക്കാൻ ഒക്കെ എങ്ങനെയാണ് സമയം കണ്ടെത്തുകയും അതിനുള്ള സ്ട്രാറ്റജി എന്താണ്? കാരണം സാധാരണ പേരൻസ് ഒക്കെ പറയാറുള്ള കാര്യമാണ് തിരക്കാണ്, ജോലി ടെൻഷനാണ്. പക്ഷേ ഇതിനിടയ്ക്ക് എങ്ങനെയാണ് ഈ അക്ഷയ് പോലെയുള്ള ഒരാളെ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആക്കാനും ലെജൻഡ് ആക്കാനും എന്താണ് ഏത് സ്ട്രാറ്റജി അല്ല എങ്ങനെയാണ് അതിനെ ഒന്ന് ടൈമിനെ ഒന്ന് മാനേജ് ചെയ്യുന്നത്? അത് ഇന്നത്തെ എഫേർട്ടല്ല ആക്ച്വലി. അത് കുഞ്ഞായിരുന്നപ്പോൾ തന്നെ ഇവർ സംസാരിക്കാൻ തുടങ്ങി, ഞങ്ങളോട് കോൺവെർസേഷൻ ചെയ്യാൻ തുടങ്ങിയ സമയം തൊട്ടേ അതിനെ ഒരു ഷെഡ്യൂളാക്കി തന്നെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ആ സമയത്ത് ഞാൻ നോർത്ത് ഇന്ത്യയിലായിരുന്നു. അപ്പോൾ അവിടെ രാവിലെ 6:30 സ്കൂളിൽ പോകണം. അപ്പം വെളുപ്പിന് 4 മണിക്ക് തന്നെ ഞങ്ങൾ എഴുന്നേറ്റു, പ്രാർത്ഥിച്ചു, വാക്യം പഠിച്ചു. അങ്ങനെ വെളുപ്പിന് ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ട് വരുന്നു. ഉച്ച കഴിഞ്ഞിട്ട് എനിക്ക് വളരെ കോച്ചിങ് ഉണ്ട്. അപ്പോൾ അവരെല്ലാം പഠിപ്പിക്കണം. ആദ്യമൊക്കെ ഇവർ കുറച്ചൊരു 3-4 വർഷം മാത്രമേ എനിക്ക് ഇവർക്കിതെല്ലാം പറഞ്ഞു കൊടുക്കേണ്ടി വന്നിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പം ഇവർ തന്നെ ട്രെയിൻഡായി. പിന്നെ എൻ്റെ ആവശ്യം അവർക്കില്ല. അവരോട് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി കാര്യങ്ങൾ. അതവരങ്ങ് ചെയ്തോളും. നമ്മൾ അവരോട് ഒത്തിരി ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അത് നമ്മൾ ബാല്യത്തിൽ തന്നെ അത് പ്രാക്ടീസിൽ കൊണ്ടുവന്നാൽ മാത്രമേ കുഞ്ഞുങ്ങൾ വലുതാകുമ്പോഴും അത് ചെയ്യത്തുള്ളൂ. പലപ്പോഴും പേരൻസ് കുഞ്ഞുങ്ങൾ ചെറുപ്പമാണല്ലോ, ഇതിപ്പോൾ കളിക്കുന്ന സമയമല്ലേ എന്നും പറഞ്ഞുകൊണ്ട് കളിയിലേക്ക് കൂടുതൽ സമയം കൊടുത്തുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അവർ മാറ്റി വെക്കുന്നു. അതുകൊണ്ടാണ് വലുതായി വരുമ്പോൾ പേരൻസ് കുഞ്ഞുങ്ങൾ കേൾക്കാതെ വരികയും പേരൻസിന് ദേഷ്യപ്പെടേണ്ടി വരികയും അങ്ങനെയൊക്കെ ഒത്തിരി പ്രോബ്ലംസുകൾ ഫേസ് ചെയ്യുന്നത്. സാധാരണ ഇപ്പോഴത്തെ നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വലിയ പ്രശ്നം മൊബൈൽ അഡിക്ഷൻ ഒരു വലിയ പ്രശ്നമാണ്. അങ്ങനെ അക്സയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അതായത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാതെ മറ്റ് പല കാര്യങ്ങളിലേക്കും ഡൈവേർട്ടായി പോകുന്ന അങ്ങനെ എന്തെങ്കിലും അങ്ങനെ അഡിക്ഷനായിട്ടൊന്നുമില്ല. പക്ഷേ 6ാം ക്ലാസ്സിൽ വന്ന സമയത്ത് ഈ മറ്റുള്ള പിള്ളേർ സ്കൂളിൽ ഷോർട്സൊക്കെ കാണുമ്പോൾ ആ ഒരു ഷോർട്സൊക്കെ കാണാനൊരു വളരെ ടെൻഡൻസി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ ഇത് നമുക്ക് പറ്റിയതല്ല. കാരണം നമ്മൾ അതിലേക്ക് ഒന്ന് എൻ്റർ ആയി കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് അതിൻ്റെ ആഴത്തിലേക്ക് പോകും. അപ്പോൾ നമ്മൾ എപ്പോൾ സ്പിരിച്വൽ ലൈഫിൽ നിന്ന് സ്കിപ്പായി പോകും നമുക്കറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് നമുക്ക് നല്ലതല്ല. യേശുപ്പച്ചൻ അത് ഇഷ്ടമല്ല കുഞ്ഞെ എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ അവൾ അതിനനുസരിച്ച് അവൾ മൊബൈൽ വാങ്ങിച്ചാൽ തന്നെ പഠിക്കാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നുള്ളൂ. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞത്, അക്ഷയ് പോലെ പ്രായമുള്ള ഒരു മോളാണ്, അവൾ ഷോർട്സിനകത്താണ്, വേറെ ഷോർട്സ് കണ്ടുകൊണ്ടിരിക്കും, ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അത് ആ പഠനത്തിലൊക്കെ ബാധിച്ചിട്ടുണ്ട്. അപ്പം എപ്പോഴും മൊബൈലിൽ ഇങ്ങനെ ഷോർട്സുകൾ കണ്ടുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി പഠനത്തിനകത്ത് ഫോക്കസ് നഷ്ടപ്പെടുക. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പം ഈ പ്രോഗ്രാം കാണുന്ന പ്രേക്ഷകരാണെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതിലേക്കൊന്ന് ദൈവവചനത്തിലേക്ക് തിരിക്കാനും അങ്ങനെ ഒരു നിലയിൽ അവരെ ട്രെയിൻ ചെയ്യാൻ കഴിയുന്നത് ഒരു വലിയ കാര്യമാണ്. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഇൻ്റർവ്യൂ ഒത്തിരി പേർക്ക് ഒരു മോട്ടിവേഷൻ ആകും എന്നാണ് ഞാൻ കരുതുന്നത്. ജീവിതത്തിൽ നേരിട്ടിട്ടുള്ള വെല്ലുവിളികൾ, ആ വെല്ലുവിളിയെ എങ്ങനെയാണ് നമുക്ക് തരണം ചെയ്യുവാൻ സാധിച്ചിട്ടുള്ളത്? അങ്ങനെ ഉള്ള കാര്യങ്ങൾ ഒന്ന് പറയാമോ? ജീവിതത്തിൽ പല വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട്. അതിനെ സത്യം പറഞ്ഞാൽ തരണം ചെയ്യുവാൻ സഹായിച്ച ദൈവവചനം തന്നെയാണ്. കാരണമെന്ന് ചോദിച്ചാൽ 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ എൻ്റെ മമ്മി എന്നെ ഗ്രേസ് ബൈബിൾ കോളേജിൽ BTech ചെയ്യുവാനായിട്ട് വിട്ടു. അന്നേരം ഞാൻ വചനം പഠിക്കാൻ പോയെങ്കിലും എനിക്കതിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. അവിടെ പഠിച്ച് 2ാമത്തെ വർഷമാണ് ഞാൻ അഭിഷേകം പ്രാപിക്കുന്നത്. അങ്ങനെ 3rd ഇയർ പഠിച്ചു. ഞാൻ ഗ്രാജുവേറ്റ് ചെയ്തു. ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ ഫിസിക്കലി ഞാൻ വീക്കായി. എനിക്ക് സുഖമില്ലാതെ ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റായി.
ശരിക്കും പറഞ്ഞാൽ എനിക്ക് ന്യൂമോണിയ പഴകി, ഡബിൾ ന്യൂമോണിയ വന്ന് പഴകി, അത് ട്യൂബർക്ലോസിസായി മാറി, മരിച്ചു പോകുന്ന ഒരു സ്റ്റേജിലേക്കായി. ഞാനും ചിന്തിച്ചു, ദൈവമേ ഈ വചനമൊക്കെ പഠിച്ചിട്ട് ഞാൻ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ട ആളായിട്ട് ഞാനിതിങ്ങനെ മരണപ്പെട്ടു പോവുമോ എന്നൊക്കെ ചിന്തിച്ച സ്ഥാനത്ത് ദൈവം അത്ഭുതമായ ഇതിൽ നിന്നൊക്കെ എന്നെ വിടുവിച്ചു. പിന്നെ ഞാൻ നോർത്ത് ഇന്ത്യയിൽ സുവിശേഷ പ്രവർത്തനവും സ്കൂളിൽ പഠിപ്പിക്കാൻ ടീച്ചറായിട്ട് ജോലി ചെയ്യായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ സുവിശേഷ വേലയോട് അനുബന്ധിച്ചും മുന്നോട്ട് പോകണമെങ്കിൽ സെക്യുലർ ഡിഗ്രി ഉണ്ടെങ്കിൽ പറ്റത്തുള്ളൂ. അങ്ങനെയൊക്കെ വന്നപ്പം അതൊക്കെ ചെയ്യാനും ഇതിനെല്ലാം മാനേജ് ചെയ്യാൻ എന്നെ സഹായിച്ചത് ദൈവവചനം തന്നെയാണ്. അപ്പം അങ്ങനെ അത് അവിടെ ഓവർകം ചെയ്തു. പിന്നെ കുഞ്ഞുങ്ങളുണ്ടായി, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു, മറ്റുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നു, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തകർന്ന് മാനസികമായി നമ്മൾ ഡൗൺ ആകുന്ന അവസ്ഥയിലും നമ്മൾ പ്രത്യാശിക്കുന്ന ഒരു ദൈവം വചനം പറയുന്നത് പോലെ തന്നെ ജീവനുള്ള ദൈവമാണ്. ആ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, ഇത് ഈ പ്രതികൂലത്തിൻ്റെ അപ്പുറം എനിക്കൊരു നന്മ ദൈവം വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു ഫോക്കസ് ചെയ്യുവാൻ ദൈവം എന്നെ സഹായിച്ചു. ദൈവം നടത്തി. അതെ, അതാണ് നമുക്ക് പറയാം. വലിയ അത്ഭുതകരമായ സാക്ഷ്യങ്ങളാണ്. ദൈവം സഹായിക്കട്ടെ. അപ്പോൾ ഈ ദൈവേർഡ് സീസൺ 3 ആരംഭിക്കാൻ വേണ്ടി പോകുന്നു. അതിൽ ജോയിൻ ചെയ്യാനോ അല്ലെങ്കിൽ പേരൻസിന് കുട്ടികൾക്ക് കൊടുക്കാനുള്ളൊരു സന്ദേശം രണ്ടുപേർക്കും അക്സയ്ക്ക് ആദ്യം പറയാം. എന്താണ് കൂട്ടുകാരോട് പറയാനുള്ളത്? അക്സയെ പോലുള്ള ഒത്തിരി കൂട്ടുകാരുണ്ട്, പക്ഷേ അവരിതുവരെയും ഇങ്ങനെയുള്ള പ്രൊജക്റ്റ് ചിലപ്പോൾ ഒരു പക്ഷേ കേട്ട് കാണത്തില്ല, ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകാം, പക്ഷേ അതിനകത്ത് താല്പര്യം തോന്നി കാണത്തില്ലായിരിക്കാം. എന്താണ് കൂട്ടുകാരോട് പറയാനുള്ളത്? ഉറപ്പായിട്ടും ചേരണം. നല്ലൊരു അനുഗ്രഹമാണ്. ഈ 150 വാക്യം പഠിക്കുന്നത് മാത്രമല്ല, നിങ്ങളുടെ അല്ലാത്ത സ്റ്റഡീസിൽ നിങ്ങൾക്ക് വലിയ അനുഗ്രഹമാകും. പിന്നെ നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിലാണെങ്കിലും ഒരു വലിയ അനുഗ്രഹമായി തീരും. നിങ്ങൾ പഠിക്കാൻ ഒത്തിരി പുറകിലാണെങ്കിലും ഒത്തിരി മുൻപിലാണെങ്കിലും ഇത് നിങ്ങൾക്ക് നല്ലൊരു അനുഗ്രഹമാകും. എൻ്റെ കേസിലാണെങ്കിൽ ഞാൻ തന്നെ ഒത്തിരി പുറകിലായിരുന്നു, നല്ലപോലെ പഠിക്കാൻ പോലും ഒന്നും അറിയാതെ. പിന്നെ ഈ വാക്യങ്ങളൊക്കെ പഠിച്ചാൽ പിന്നെ അതിൻ്റെ ക്ലാസ്സിലാണെങ്കിലും മുൻപിലോട്ട് വന്നത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു കുഞ്ഞു പോലും ഈ ദൈവവചനം പഠിക്കുന്ന ദൈവേർഡിൻ്റെ ഇതിൽ നിന്ന് മാറി നിൽക്കരുത്. കാരണം ഇതൊരു തുടക്കമാണ്. ജീവിതത്തിൻ്റെ സക്സസ്സിന് വേണ്ടി നമുക്ക് സ്റ്റെപ്പ് വെക്കുന്ന ഒന്നാമത്തെ തുടക്കമാണ്. ഈ 150 വചനം പഠിച്ചുകൊണ്ട് മാത്രം തീരുന്നില്ല, ഇത് നമ്മുടെ ലൈഫ് ടൈം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. കാരണം ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിൽ നമ്മൾ എത്തിപ്പെടണമെങ്കിൽ ഈ വചനം മാത്രമേ നമ്മൾ എത്തിക്കത്തുള്ളൂ. നമുക്ക് ബുദ്ധി ഉണ്ടായിരിക്കാം, കഴിവുണ്ടായിരിക്കാം, നമുക്ക് നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കാം, പല ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കാം, പല സപ്പോർട്ട് ഉണ്ടായിരിക്കാം, പക്ഷേ ഇതിനെല്ലാം ഉപരി നമ്മളെ നിർത്തുന്നത് ഈ ദൈവവചനമാണ്. ഈ ദൈവവചനത്തിനെ ദൈവം നമ്മളെക്കുറിച്ച് കണ്ടേക്കുന്ന ആ ഒരു പദ്ധതിയിലേക്ക് നമുക്ക് ചെന്നെത്താൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും, എന്നെ കേൾക്കുന്ന എല്ലാവരും ഈ ദൈവവചനം പഠിച്ച് ലൈഫിൽ മുന്നേറി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണമെന്നേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ ഈ ഇത്രയും സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്തു, നല്ല അനുഭവങ്ങൾ നിങ്ങൾ പങ്കുവെച്ചു. അക്സ ഒത്തിരി എന്നെ പേഴ്സണലി മോട്ടിവേറ്റ് ചെയ്തു. ഈ ഒരു 9 ക്ലാസ്സിൽ പഠിക്കുന്ന, അല്ലെങ്കിൽ 8ാം ക്ലാസ് കഴിഞ്ഞ് 9ാം ക്ലാസ്സിലോട്ട് കയറുന്ന അക്സ എത്ര മിടുക്കായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ദൈവം നിങ്ങളെ രണ്ടുപേരെയും നിങ്ങളുടെ മുമ്പോട്ടുള്ള എല്ലാ അവസ്ഥകളിലും കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടാകട്ടെ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഞാൻ ഈ ഒരു ഇൻ്റർവ്യൂവിൽ നിങ്ങളോട് ചോദിക്കാൻ മിസ് ചെയ്തതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രേക്ഷകരോട് പറയണം എന്ന് തോന്നുന്ന എന്തെങ്കിലും ഒരു കാര്യം, നമ്മുടെ ഇത് ഇൻ്റർവ്യൂ അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്, പക്ഷേ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ചോദ്യത്തിൽ ഉൾപ്പെടുത്തിയില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനായിട്ടുള്ള അവസരമാണ്. അക്സയ്ക്ക് ആദ്യം പറയാം. അങ്ങനെ പറഞ്ഞാൽ എല്ലാവരും വാക്യം പഠിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ബിക്കോസ് ഇത് നല്ലൊരു നിങ്ങൾക്ക് നല്ലൊരു ചാൻസാണ്, ഓപ്പർച്യൂണിറ്റിയാണ്. അത് നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫിലാണെങ്കിലും നിങ്ങളുടെ അംബീഷൻസൊക്കെ കുറേ വലിയതായിരിക്കും. ആ അംബീഷൻസിൽ നിങ്ങൾ കുറേ ഹോസ്റ്റലിലാണെങ്കിലും കുറേ വേറെ വേറെ സ്ഥലത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ഈ വചനമായിരിക്കും നിങ്ങൾക്ക് ആവശ്യം വരിക. നിങ്ങൾ ആ സമയത്ത് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മടി തോന്നുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസപ്പോയിൻമെൻറ്റ് തോന്നുവാണെങ്കിൽ വചനം കൊടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സ്റ്റഡി ടേബിളിലൊക്കെ ഒട്ടിച്ച് വെക്കുക, പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ച് ദൈവം തന്ന മറുപടി തന്ന എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടോ?
ഞാൻ ഇന്ന് പനിയായിരുന്നേ. കലോത്സവ സമയത്ത് എനിക്ക് നല്ല പനിയായിരുന്നു. ഈ 7ാം ക്ലാസ്സിലാണെങ്കിലും 8ാം ക്ലാസ്സിലാണെങ്കിലും. കലോത്സവത്തിന് പിന്നെ എനിക്കാണ് വലിയ നമ്മുടെ സ്റ്റോറി റൈറ്റിംഗ് ഒക്കെ അല്ലേ, ഉപന്യാസത്തിലൊക്കെയാണ് 7-8 പേജ് എഴുതണ്ടേ. എൻ്റെ കൈയാടെ ഇങ്ങനെ എഴുതാൻ പോലും പറ്റുന്നില്ല. അപ്പം ഞാൻ അവിടെ ഇന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ച്, യേശുപ്പച്ച എനിക്ക് ഈ കലോത്സവത്തിന് ജയിക്കണമല്ലോ, സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ എന്നെക്കുറിച്ച് എന്തൊക്കെ നല്ലതാണ് ഓർത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓർത്ത്, അപ്പോൾ ഈ വാക്യങ്ങളൊക്കെ കുറേ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ 1-2 വാക്യം ജെയിംസ് chapter, if anyone of you lack wisdom, let him ask to God who gave all liberally and without reproach, and it will be given to you. പിന്നെ ജോഷുവ chapter 1:9, have I not commanded you, be strong, good courage, do not be afraid, nor be dismayed, for the Lord your God is with you wherever you go. അപ്പോൾ അതൊക്കെ പറയുമ്പോഴത്തേക്കിന് പിന്നെ അത് ഞാനങ്ങ് എഴുതി. പിന്നെ ഫസ്റ്റ് എനിക്ക് കിട്ടി ഉപന്യാസത്തിൽ. ഇത് തന്നെയാണ് ഞാനും പറയാൻ ആഗ്രഹിക്കുന്നത്. കാര്യം ചോദിച്ചാൽ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ ഒരു 17 വയസ്സ് കഴിയുമ്പോൾ അവർ പിന്നെ ഡിഗ്രി തലത്തിലേക്ക് പോകുമ്പോൾ വീട് വിട്ട് ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ ഒരു പക്ഷേ നല്ല സാഹചര്യങ്ങൾ കാണാം, ഒരു പക്ഷേ മോശ സാഹചര്യങ്ങൾ കാണാം, തെറ്റിപ്പോകുന്ന സാഹചര്യങ്ങൾ കാണാം. അപ്പോൾ ഈ വചനമായിരിക്കും തെറ്റാനുള്ള സാഹചര്യങ്ങളിൽ തെറ്റാതെ നമ്മളെ നേരെ കൊണ്ടുവരേണ്ടത്. അവിടെ ഒരു പക്ഷേ പേരൻസിനോ സഭയിലോ അല്ലെങ്കിൽ മറ്റുള്ള ബന്ധുമിത്രാദികൾക്കോ കൂട്ടുകാർക്കോ അവരെ സഹായിക്കാൻ പറ്റിയെന്നിരിക്കുകയില്ല. അപ്പം നമ്മളൊരു തെറ്റിലേക്ക് പോകാതെ നമ്മളൊരു പ്രോപ്പർ തീരുമാനമെടുക്കണമെങ്കിൽ ഈ വചനം ഉള്ളത്തിൽ നല്ല രീതിയിൽ പാകിയാൽ മാത്രമേ ആ സമയത്ത് ഈ വചനം നമ്മളെ സഹായിക്കത്തുള്ളൂ. അതുകൊണ്ട് വചനം കൂടാതെ ആരും എവിടെയും പോകരുതെന്നാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും. അതായത് നമ്മുടെ ഒരു സ്പിരിച്വൽ മച്യൂരിറ്റിയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറുപ്രായത്തിൽ നിന്ന് ബിൽഡപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അവരൊരു +2 കഴിഞ്ഞ് മറ്റു സ്ഥലത്തിലേക്കൊക്കെ പോകുമ്പോൾ അവർക്കൊരു ഫ്രീഡം ലഭിക്കുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്യുകയും അവർ വഴിതെറ്റിപ്പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പക്ഷേ അതേസമയം ദൈവവചനം പഠിച്ച് മനസ്സിലാക്കി ആ ഒരു സ്പിരിച്വൽ മച്യൂരിറ്റിയിലുള്ള കുഞ്ഞുങ്ങൾക്ക് അവർക്ക് അതിനെ അതിജീവിക്കാനുള്ള ഒരു കരുത്ത് ചെയ്യാനുള്ള കഴിവ് ദൈവം കൊടുക്കും. തീർച്ചയായിട്ടും ഹോളി സ്പിരിറ്റ് എപ്പോഴും അവരെ സഹായിക്കും. അപ്പോൾ തീർച്ചയായിട്ടും വളരെ നല്ല കുറച്ച് നിമിഷങ്ങളായിരുന്നു നിങ്ങളോടൊപ്പം എനിക്കും ഒന്ന് സംസാരിക്കാനായിട്ടും. മാത്രമല്ല, ഇത് കാണുന്ന ആയിരക്കണക്കിന് പ്രേക്ഷകർക്ക് നിങ്ങളുടെ അനുഭവങ്ങൾ ഒരു മോട്ടിവേഷൻ ആയിരിക്കും, ഒരു എൻകറേജ്മെൻ്റ് ആയിരിക്കും. ദൈവം അതിനായിട്ട് സഹായിക്കട്ടെ. നിങ്ങൾക്ക് കൂടുതൽ ഉയരങ്ങൾ, പിന്നെയും ഉയരങ്ങളിലേക്കെത്താൻ കർത്താവ് നിങ്ങൾക്ക് അവസരം തരട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് ഞാൻ നിങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ നിങ്ങളുടെ സമയം മാറ്റിവെച്ച് വന്ന് അതിന് പ്രത്യേകമായിട്ടുള്ള നന്ദിയും ഈ തരുണത്തിൽ ഞാൻ നിങ്ങൾക്ക് അറിയിക്കും. ഞങ്ങളും വളരെ നന്ദി അറിയിക്കുന്നു. കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നു. വചനം പഠിച്ചത് മാത്രമല്ല, അതിവിടെ സ്റ്റുഡിയോയിൽ വന്ന് പറയുവാനും, ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ അനേകരിത് കേൾക്കുമ്പോൾ അനേകരുടെ ജീവിതത്തിൽ ഇതൊരു വലിയൊരു അനുഗ്രഹമായി മാറാൻ വേണ്ടി സാറും എക്സൽ മിനിസ്ട്രി ഞങ്ങൾക്ക് ഒരുക്കി തന്ന ഈ അവസരത്തിന് ഞങ്ങൾ വളരെയേറെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു. എനിക്കാണ് ഇവിടുത്തെ മെൻറ്റേഴ്സ് ആണെങ്കിലും മെൻറ്ററായ അബിയസ് എൻ്റെ ഫേവറേറ്റ് മെൻറ്റർ, എൻ്റെ ഫേവറേറ്റ് ടീച്ചറായിരുന്നു. എനിക്ക് പനിയൊക്കെ ഒത്തിരി പ്രാവശ്യം വന്നിട്ടുണ്ട്, 8ാം ക്ലാസ്സിലാണെങ്കിലും 7ാം ക്ലാസ്സിലാണെങ്കിലും. അപ്പോൾ ലെവൽ കംപ്ലീറ്റ് ചെയ്യേണ്ട സമയത്താണ് ഈ പനി വരാറുള്ളത്. അപ്പോൾ ഞാൻ ഓർക്കും, അയ്യോ എന്നോട് പറ്റത്തില്ല, ഇനി ഞാൻ തീരുന്നു, ഇനി ആകെ ഒരു ദിവസമല്ലേ ലെവൽ കംപ്ലീറ്റ് ചെയ്യാൻ കാണത്തുള്ളൂ. അപ്പോൾ അബിയ മിസ്സിനെ അമ്മ വിളിക്കും. അപ്പോൾ അബിയ മിസ് എന്നോട് അത് പറയാം, ആ മോളെ നിനക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളടി, നീ ചെയ്തോടി മോളെ. അപ്പം ഞാൻ പറയും ആ മിസ്സെ ഞാൻ ചെയ്യാമെന്ന് പറയുമ്പോൾ പിന്നെ മിസ്സ് നല്ലപോലെ അത് എന്നെ എൻകറേജ് ചെയ്യും. അപ്പോൾ പിന്നെ ഞാൻ പനിയാണെങ്കിലും ഇച്ചിരി നാളൊക്കെ കഴിയുമ്പോഴത്തേക്കിനും ഞാൻ ലെവൽ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യും. പിന്നെ പനിയാണെങ്കിൽ മിസ്സിനോട് പറഞ്ഞാൽ മിസ്സ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. കൂടെ പ്രാർത്ഥിച്ചിട്ടുണ്ട് പലപ്പോഴും. അഭിയ മിസ് ഇത് കാണുന്നുണ്ടാവും, ഇത് കാണും. അഭിയ മിസ്സിന് ഭയങ്കര സന്തോഷമായിരിക്കും. നമ്മൾ ഒരു മെൻറ്ററായിട്ട് നിന്ന് മെൻറ്റർ ചെയ്തൊരു കുട്ടി ലെജൻഡ് ആകുന്നു, അത് വലിയ സന്തോഷമായിരിക്കും. അതെ, ഞങ്ങളെ ഇതിൽ കൂടെ അഭിയ മിസ്സിന് ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു. അപ്പോൾ ഇത്രയും സമയം പ്രിയ സാറമ്മ മാത്യു സിസ്റ്റർ, അതുപോലെ തന്നെ അക്സമോൾ, അവർ രണ്ടുപേരുടെയും അനുഭവങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരുന്നു. അവരുടെ ആ വാക്കുകൾ നമുക്ക് പ്രചോദനം തരുന്നതായിരുന്നു. ഇതുപോലെയുള്ള ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ ദൈവവചനം പഠിക്കാനും അവർ കർത്താവിൽ വളരാനും ഒക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ. എക്സൽ ഡൈവേർഡ് അതിനുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. ഇത് കാണുന്ന പ്രേക്ഷകർ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾക്കൊരു വലിയ അവസരമായി കണ്ട് നിങ്ങൾക്ക് സീസൺ 3 ഈ ജൂൺ മാസത്തിൽ ആരംഭിക്കുന്നു. എല്ലാ വർഷത്തിലും ജൂൺ മാസത്തിലാണ് ഈ പ്രൊജക്റ്റ് ആരംഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കതിനകത്ത് ഭാഗമാകാനും ഒക്കെയുള്ള
ഒരു മെൻറ്ററിൻ്റെ കീഴിൽ നിന്ന് പഠിക്കാനും വളരാനും ഒക്കെയുള്ള ഒരു വലിയ അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരും സഹായിക്കട്ടെ. ഇത്രയും സമയം ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു കുടുംബമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും എത്തും. Until then, it's me, Anil Elandur. God bless you.